എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഇടതുപക്ഷം വലതുപക്ഷമായി. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷമാണ്. ഇടത് ഹിന്ദുത്വ എന്ന പദം തന്നെ ഇവിടെ പ്രചരിപ്പിച്ചു. ആരൊക്കെയാണ് മുൻപന്തിയിൽ നിന്നത്? ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് കാര്യം പിടികിട്ടി. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം സമരത്തിന് ഇറങ്ങി. MG യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ മാർച്ച് നടത്തി. ദൃശ്യങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന സമസ്ത EK വിഭാഗം, മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കാണ് സമസ്ത EK വിഭാഗം. സമസ്ത EK വിഭാഗത്തിന്റെ മുഖപത്രമുണ്ട് സുപ്രഭാതം. സുപ്രഭാതത്തിൽ VD സതീശനെയും UDF സർക്കാരിനെയും നിശിതമായി വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. അത്ഭുതമല്ല, ചിരിയാണ് വരുന്നത്. ഇടതുപക്ഷത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി എന്ന കുറ്റസമ്മതം ഇതാ സമസ്ത നടത്തിയിരിക്കുന്നു, മുസ്ലിം സമുദായം നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും രൂക്ഷമായാണ് VD സതീശനെ വിമർശിച്ചിരിക്കുന്നത് മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: നിലപാടെന്നാൽ ഒളിച്ചു കളിയല്ല എന്ന്. നിലപാട്, അതിനെക്കൊണ്ട് ഉറച്ച നിലപാട് നിൽക്കും എന്നൊക്കെയാണ്, നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെയാണ് VD സതീശൻ മുഖ്യമന്ത്രി സ്വയം വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ PR ഏജൻസികൾ പാടി നടന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറയുന്നത് നിലപാടെന്നാൽ ഒഴിച്ചു കളിയല്ല എന്ന്. അതിനുശേഷം തുടങ്ങുകയാണ്: ജനായത്ത സമ്പ്രദായത്തിന്റെ മുഖമുദ്ര സുതാര്യതയാണ്. തെളിച്ചമുള്ള നിലപാടും വിട്ടുവീഴ്ചയില്ലാത്ത ആശയ ദൃഢതയുമുള്ള ജനനായകനാണ് ജനാധിപത്യത്തെ കൂടുതൽ പ്രശോഭിതമാക്കുന്നത്. വാക്കും നിലപാടും സൂക്ഷ്മതയോടെ പാലിക്കാനുള്ളതാണെന്ന് ഭരണത്തിലുള്ളവർ നിരന്തരം ഓർമ്മിക്കുമ്പോഴാണ് ഒരു ഭരണകൂടം കൂടുതൽ ജാഗ്രതും ജനകീയവുമാകുന്നത്. കേരളത്തിൽ ഭരണമാറ്റത്തോടെ കൂടുതൽ സുതാര്യതയോടും ആശയവ്യക്തതയോടും കൂടി ഇടപെടുന്ന ഒരു സർക്കാരിനെയാണ് ജനങ്ങൾ മനസ്സിൽ കണ്ടത്. എന്നാൽ ആ വിശ്വാസത്തെ തോൽപ്പിക്കുന്ന കാൽവെപ്പുകളാണ് സതീശൻ സർക്കാരിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഉണ്ടായതെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഇതിനപ്പുറം ഒന്നും പറയാനില്ല. സുതാര്യതയോടെ ആശയവ്യക്തതയോടെ നിലപാട് ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും VD സതീശൻ സർക്കാർ എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്, മുസ്ലിം സമുദായം പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചത്. എന്നാൽ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നാണ് പറയുന്നത്. അതിൽ വളരെ ഖേദമുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു സുപ്രഭാതം മുഖപത്രം. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സർക്കാരിന് മേൽ സമസ്തയ്ക്ക്. കാരണം സമസ്തയുടെ വോട്ട് കൂടി നേടിയാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗാണ് സതീശന് പിറകിൽ ഉറച്ചു നിന്നത്. അത്തരമൊരു സതീശനിൽ നിന്ന് ഇത്തരമൊരു തെറ്റായ രീതി പ്രതീക്ഷിച്ചിരുന്നില്ല. വിശ്വാസ തകർച്ചയുണ്ടായി എന്നാണ് പറയുന്നത്. നല്ല ഭരണം തുടക്കത്തിൽ കാഴ്ചവെച്ചു എന്ന തോന്നലുണ്ടാക്കി. എന്നാൽ അത്തരം വിശ്വാസങ്ങളെ തട്ടിമാറ്റുന്ന വിധത്തിലുള്ള അന്തർനാടകങ്ങളാണ് ഭരണ നേതൃത്വത്തിൽ നിന്നുണ്ടാവുന്നത്. കേരളത്തിൻ്റെ പൊതുമനസ്സ് വിലക്കിയ PMC പോലുള്ള പദ്ധതികളിൽ സർക്കാർ സ്വീകരിക്കുന്ന വ്യക്തതയില്ലാത്ത നിലപാടുകളും അനിശ്ചിതത്വവും സതീശൻ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ലെന്ന് പറയാനാവുമോ എന്നാണ് മുഖപത്രം ചോദിക്കുന്നത്, എന്നാണ് സമസ്ത ചോദിക്കുന്നത്. ഇതുവരെയും മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇതിനകം തന്നെ രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം സമരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഇത് PMCയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. അതിനുശേഷം പറയുകയാണ്, PMC മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല്ലും നഖവും ഉപയോഗിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ശക്തിയുക്തം എതിർത്ത പല കാര്യങ്ങളും നടപ്പാക്കാനുള്ള വ്യഗ്രത എന്തിനാണ്? 10 വർഷത്തെ ഇടതുഭരണത്തിന് ശേഷമാണ് UDF അധികാരത്തിൽ വന്നത്. സർക്കാരിൻ്റെ നയവും നിലപാടുകളും ഭാവി കേരളത്തെക്കുറിച്ചുള്ള സമഗ്ര കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുന്നതാണ് നയപ്രഖ്യാപനം. ശരിയാണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷമായ UDF, പ്രതിപക്ഷ നേതാവായ VD സതീശൻ എന്തൊക്കെയാണോ എതിർത്തത് അതൊക്കെ നടപ്പാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് VD സതീശൻ സർക്കാരിനെ കുറിച്ച് സമസ്ത പറയുന്നത്. നയപ്രഖ്യാപനത്തിലോ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രത്തിലോ ഒരു വരിയിൽ പോലും കേന്ദ്ര വിമർശനം വരാതിരിക്കാനുള്ള അതീവ ജാഗ്രത എങ്ങനെ സംഭവിച്ചു? ചോദിക്കുന്നത് സമസ്തയാണ്. ഈ ആശങ്കയ്ക്ക് ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും ദിവസങ്ങൾക്കിടയിൽ മറുപടി ഉണ്ടായില്ല. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം ഉൾപ്പെടെ കേന്ദ്രം തടഞ്ഞുവെക്കുന്നതായ പരാതി മുൻ സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം കൂടി ഉന്നയിച്ച വിഷയമാണ്.
ഭരണം മാറിയിട്ടും കേന്ദ്ര നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ നയപ്രഖ്യാപനത്തിൽ അതേക്കുറിച്ച് പരാമർശിക്കാത്തത് കേവലം ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്ന ന്യായീകരണത്തിൽ ഒതുങ്ങുന്നതാണോ? അല്ല, BJP-യുമായി ഡീലുണ്ട്. ആ ഡീല് പറച്ചു പിടിച്ചാണ് മുസ്ലിം സമുദായത്തെ ഒറ്റിയത് VD സതീശനും UDF-ഉം. അതിന് കൂട്ടുനിന്നു ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും. അതിന്റെ ഇരകളായി മാറി സമസ്ത അടക്കമുള്ള സംഘടനകൾ. അവർക്കിപ്പോൾ കാര്യങ്ങൾ മെല്ലെ മെല്ലെ മനസ്സിലായി തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മുഖപ്രസംഗവുമായി അവർ രംഗത്ത് വന്നത്. അവിടെയും തീർന്നില്ല. അതിനുശേഷം വീണ്ടും പറയുന്നു മുഖപ്രസംഗം. ഗവർണർ വിസമ്മതിച്ചാലും നിയമസഭയിൽ അക്കാര്യത്തെക്കുറിച്ച് ഒരു വരി പ്രസ്താവന പോലും നടത്താൻ സതീശൻ സർക്കാർ മടിച്ചത് ഏവരെയും അമ്പരിപ്പിച്ചതാണ്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു പ്രമേയം പോലും നിയമസഭയിൽ വന്നില്ല. ഇതൊന്നിനും സമയമായില്ല എന്നാണ് വിശദീകരണമെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും കാട്ടുന്ന തിടുക്കത്തെ എന്തു പറഞ്ഞ് ന്യായീകരിക്കും? ഗവർണറുടെ അമിതാധികാര പ്രവണത എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നില്ല? സർവകലാശാലകളിലെ പിടിയിലൊതുക്കാനുള്ള RSS അജണ്ടകൾ എന്തൊക്കെയാണെന്ന് മുഖ്യമന്ത്രിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ടോ? ഗവർണർ സ്വന്തം നിലയ്ക്ക് സർവകലാശാലകളുടെ ഭരണവും നിയമനങ്ങളും നടത്തുന്ന നടപടിയെ ശക്തമായി എതിർക്കാൻ എന്തുകൊണ്ടാണ് ഭരണ നേതൃത്വം മടി കാണിക്കുന്നത്? ചോദ്യം ഉയരുകയാണ് VD സതീശനെതിരെ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് മടി കാണിക്കുന്നത് ഗവർണർക്കെതിരെ ഒരക്ഷരം പറയാൻ? അതുമാത്രമല്ല, PMC പദ്ധതി നടപ്പാക്കുമെന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കുന്നു. ഗവർണറെ ന്യായീകരിക്കുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ പ്രസ്താവന ഇറക്കുന്നു. മുമ്പേ തുടങ്ങിയതല്ലേ, ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്നാണ് റോജി M. ജോണും മുഖ്യമന്ത്രി VD സതീശൻ ചോദിക്കുന്നത്. റോജി M. ജോൺ ചോദിക്കുന്നത് പോട്ടെ, ചെറുപ്പക്കാരനാണ്, അധികാലമായിട്ടില്ല രാഷ്ട്രീയത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇതൊന്നും പഠിക്കാതെ പറയുന്ന ആളാണോ? ഇതൊന്നും മനസ്സിലാക്കാത്ത ആളാണോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പോലും ഗവർണർക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്തത് എന്ന വലിയ ചോദ്യമാണ് സമസ്ത ഉന്നയിക്കുന്നത്. അവസാന 2 വരികൾ മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങൾ ജയിച്ചതിനേക്കാൾ എതിരാളികൾ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിരുത്തി പഠിച്ചാൽ മേലിലെങ്കിലും പിഴവുകൾ തിരുത്താനാകും. എല്ലാ കാലത്തും എല്ലാവരെയും കബളിപ്പിക്കാനാവില്ലെന്ന സാമാന്യ തത്വം ഭരിക്കുന്നവർ മറക്കരുത്. ഓരോ ഭരണാധികാരിയുടെയും കസേരകൾ അവിടെ ഇരുത്തിയവരുടേതു കൂടിയാണ് എന്നാണ്. മുഖ്യമന്ത്രി, നിങ്ങളുടെ കസേര, നിങ്ങളിരിക്കുന്ന കസേര നിങ്ങൾക്ക് വോട്ട് ചെയ്തവരുടേതു കൂടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത കേരളത്തിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷം മുസ്ലിം സമുദായം അവരുടേതു കൂടിയാണ്. അവരുടെ വാക്കുകൾ, അവരുടെ നിലപാടുകൾ ഭരണത്തിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ദ്രോഹമായി മാറും എന്ന മുന്നറിയിപ്പും കൂടി നൽകുന്നുണ്ട് സമസ്ത മുഖപത്രം സുപ്രഭാതം. മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത EK വിഭാഗം. EK വിഭാഗത്തിൻ്റെതാണ് ഈ വാക്കുകൾ. എന്ന് വെച്ചാൽ EK വിഭാഗവും മെല്ലെ സർക്കാരിൽ നിന്ന് അകന്നു. ജമാഅത്തെ ഇസ്ലാമി ഇതിനകം തന്നെ അകന്നു കഴിഞ്ഞു. ഇനി എന്ന് മുസ്ലിം ലീഗ് അകലും എന്നതേ അറിയാനുള്ളൂ. പക്ഷേ മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. അതിനേക്കാളും അപ്പുറത്തേക്ക് PMC നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗിന്റെ മന്ത്രിയുടെ തലയിലിട്ട് കൊടുത്തിരിക്കുകയാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി എന്നുകൂടി ഓർക്കണം. എത്രമാത്രം ഹീനമായ രീതിയിലാണ് മുസ്ലിം ലീഗിനെ ഈ സർക്കാർ അല്ലെങ്കിൽ UDF കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. അതിൻ്റെ ഉദാഹരണമാണ് PMC പദ്ധതി. അതിനെ ന്യായീകരിക്കാൻ M. ഷംസുദ്ദീനെ, മുസ്ലിം ലീഗ് നേതാവിനെ, മന്ത്രിയെ ചുമതലപ്പെടുത്തിയത്.